പ്രൈസ് ലോർഡ്. എന്തിനാണ് ഈ നഷ്ടങ്ങൾ? എന്തിനാണ് ഈ ദുഃഖം? എന്തിനാണ് ഈ പരാജയങ്ങൾ? ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മുൻപ് ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്തെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ വേദനിക്കണം, വിജയം അറിയണമെങ്കിൽ പരാജയപ്പെടണം, നേട്ടം വേണമെങ്കിൽ നഷ്ടമുണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രധാന പാഠങ്ങളാണ്. ഇന്ന് നിങ്ങൾ കണ്ണുനീരിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാണോ എന്നെ കേൾക്കുന്നത്? റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനം നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 3-ഉം 4-ഉം തിരുവചനങ്ങൾ. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഇന്ന് ഏത് വേദനയിലൂടെ കടന്നു പോകുന്നു? ധൈര്യമായിരിക്കുക. നിങ്ങളുടെ വേദന വെറുതെ അല്ല. ദൈവം നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനായി പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കുരിശ് ഇല്ലാതെ ഉയർപ്പില്ല, വേദനയില്ലാതെ സാക്ഷ്യമില്ല. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നിങ്ങൾ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയി. ഇന്ന് നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരുപാട് കഷ്ടതയിലൂടെ വന്നവരാ ഇന്ന് കത്തിജ്വലിച്ചു നിന്ന് കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നവർ. എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയാലും ഈ കഷ്ടതയുടെ പിന്നിൽ ഒരു പ്രത്യാശയുണ്ട് നമുക്ക്. നമ്മുടെ കഷ്ടങ്ങൾ മാറും, ഈ വേദനകൾ മാറും, ഈ സങ്കടങ്ങൾ മാറും. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ രാത്രി 8 മണിയായിട്ട് ഈ മെസ്സേജ് ഇടാൻ എനിക്ക് തോന്നിയതെന്ന് ചോദിച്ചാൽ, ആരോ മനസ്സ് തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്ന ആഗ്രഹത്തിലാണ് ഇന്ന് രാത്രികാലം ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്രയോ പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ട് സാലറി ലഭിക്കാതെ, കുടുംബത്തിൽ പൈസ അയച്ചു കൊടുക്കാൻ കഴിയാതെ, എന്തിനേറെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ, റൂമിൻ്റെ വാടക കൊടുക്കാനില്ലാതെ എത്രയോ പ്രാവശ്യം നിരാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവം എത്ര അത്ഭുതമായി അതിശയമായി നടത്തി. ഒരുപാട് സ്നേഹിച്ചിട്ടും ജീവിത പങ്കാളി തിരിച്ചറിയാത്തത് കൊണ്ട് കൂട്ടുകാരെ കാണാതെ വാഷ്റൂമിനകത്ത് കയറി പൈപ്പ് തുറന്നു വിട്ട് കണ്ണുനീരോടെ കരഞ്ഞ് തളർന്ന് കിടന്ന എത്രയോ രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് വാൽക്കല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ദൈവം നിങ്ങളുടെ കണ്ണുനീര് കണ്ടു, ദൈവം നിങ്ങളുടെ നിലവിളിയെ കേട്ടും. അതുകൊണ്ടാണ് ഈ സമയത്തും ഈ ഒരു മെസ്സേജ് ഇടുവാൻ എന്നെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ദൈവമുഖത്തേക്ക് നോക്കുക. നിശ്ചയം ഈ കഷ്ടത മാറും, ഈ കണ്ണുനീര് മാറും, ഈ പ്രശ്നം മാറും, ഈ പ്രതികൂലം മാറും, ഈ പ്രതിസന്ധി മാറും. ക്രിസ്തുവിൽ നിങ്ങൾ ഏറ്റവും ജയകരമായൊരു ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അപ്പാ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും ഞങ്ങളെ കുടുംബത്തിലെ ഓരോ മക്കളെയും കൺമണി പോലെ സൂക്ഷിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വദേശത്തും വിദേശത്തും ഇരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ മനസ്സ് തകർന്നു നുറങ്ങി ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമേ, ആ പ്രശ്നത്തിൽ നിന്നെല്ലാം അവരെ വിടുവിക്കണമേ. ആ കണ്ണുനീരുകളെല്ലാം ദൈവം തുടയ്ക്കണമേ. സമാധാനത്തോടെയുള്ളൊരു ജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓടിക്കുന്ന വാഹനത്തെയും സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. മുമ്പും പിമ്പും വലത്തും ഇടത്തും വരുന്ന വാഹനത്തെ, മൃഗങ്ങളെ, കല്ലുകളെ, വൃക്ഷത്തെ, മനുഷ്യനെയും പ്രകൃതിയെ സകലത്തെ അങ്ങ് നിയന്ത്രിക്കണം. സ്വർഗീയ സമാധാനത്തെ നിറയ്ക്കണം. തലമുറകളെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി എല്ലാം ദൈവം അനുഗ്രഹിക്കണം.
ഇത്രത്തോളം ദൈവം നടത്തിയല്ലോ. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു, നല്ല ഉപജീവനത്തെ തന്നു, തക്ക തുണയെ തന്നു, തലമുറയെ തന്നു, ഭവനവും വാഹനവും എണ്ണിക്കൂടാത്ത നന്മകളെ തന്നു. ആ നന്മകൾ അനുഭവപ്പാനുള്ള കൃപ തൻ്റെ മക്കൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയനെ കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തെ നിറയ്ക്കണം. ലോകം തരാത്ത സമാധാനം ദൈവം തന്നു. ആ കർത്താവ് തന്ന സമാധാനം പ്രാപിച്ച് ജീവിപ്പാനുള്ള കൃപ കൊടുക്കണമേ. ഒരമ്മയേക്കാൾ ഉപരി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. തിരുസാന്നിധ്യം കൃപയും കൂടെ ഇരിക്കും, അനുഗ്രഹിച്ചു മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയായിട്ടായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചേർന്ന കർത്താവിന് ഹല്ലേലൂയ. നമ്മുടെ ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലസ് യു.